ഇറിറ്റബിൾ മെയിൽ സിൻഡ്രോം. പുരുഷന്മാർക്കും മൂഡ് സ്വിങ്സ് ഉണ്ടാകാമെന്ന്. ഒരു രസത്തിന് പറഞ്ഞൊന്നും അല്ല കേട്ടോ. പുരുഷന്മാർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടെന്നത് ശാസ്ത്രമാണ് പറഞ്ഞത്. സ്ത്രീകൾക്ക് പീരിയഡ്സിന് അനുഭവപ്പെടുന്നത് പോലുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ പുരുഷന്മാർക്കും ഉണ്ടാകുന്നുണ്ടെന്ന് ഗവേഷണങ്ങൾ പറയുന്നു. IMS അഥവാ ഇറിറ്റബിൾ മെയിൽ സിൻഡ്രോം എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര്. പുരുഷന്മാരിലെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അവർ കാണിക്കുന്ന ഒരു ഡെസ്പിറേഷൻ, ആങ്സൈറ്റി, ഇറിറ്റേഷൻ ഒക്കെ ഇറിറ്റബിൾ മെയിൽ സിൻഡ്രോമിൻ്റെ ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ലക്ഷണങ്ങളാണ്. പഴയ പോലെ ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ട് വരിക, ഓർമ്മ കുറയുക, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ആകെ ഒരു ബുദ്ധിമുട്ടിലുണ്ടാക്കുക, ഇതൊക്കെ ഇറിറ്റബിൾ മെയിൽ സിൻഡ്രോമിൻ്റെ ഒരു കോഗ്നിറ്റീവ് ലക്ഷണങ്ങളാകാം. പിന്നെ തളർച്ച, ഉറക്കക്കുറവ്, ആഗ്രഹം കുറയൽ, ഉന്മേഷക്കുറവ് ഒക്കെ ഫിസിക്കൽ ലക്ഷണങ്ങളുമാകാം. ഇത് പുരുഷ ശരീരത്തിലെ ബയോകെമിക്കൽ ചേഞ്ചസ് എന്ന് സയൻറ്റിഫിക് ആയും പ്രായം വരുന്ന അവസ്ഥ എന്ന് ഒതുക്കി പറയാമെന്നുമാണ് തോന്നുന്നത്. പിന്നെ സ്വാഭാവികമായും ഹോർമോൺ ഫ്ലക്ച്വേഷൻസ്, സ്ട്രെസ്, ഉറക്കം ഇങ്ങനെയുള്ള ഫാക്ടേഴ്സുമായി IMS ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും കൂടെ സയൻസ് പറയുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒന്ന് അമിതമായ ശരീരഭാരമാണ്. ശരീരഭാരം വർദ്ധിച്ചാൽ IMS ഉണ്ടാകാനും വർദ്ധിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ചോദിക്കും, വണ്ണം കൂടുന്നതും IMSും തമ്മിൽ എന്താണ് ബന്ധം? പറയാം. സ്ത്രീ പുരുഷ ശരീരത്തിൽ ഈസ്ട്രജനും ടെസ്റ്റോസ്റ്റിറോണും ഉണ്ടെന്നറിയാലോ. ശരീരഭാരം കൂടുമ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ കുറയും, ഈസ്ട്രജൻ കൂടും. അഥവാ നമ്മുടെ ഫാറ്റ് സെൽസ് ടെസ്റ്റോസ്റ്റിറോണിനെ ഈസ്ട്രജനാക്കി മാറ്റും. ഫലമോ നേരത്തെ പറഞ്ഞ ഹോർമോണൽ ഇംബാലൻസും അതിൻ്റെ ബാക്കി. പിന്നെ ശരീരഭാരം കൂടുമ്പോൾ ശരീരത്തിലെ കോർട്ടിസോൾ അഥവാ സ്ട്രെസ് ഹോർമോൺ കൂടും. ഇത് മൂഡ് സ്വിങ്സും ഉണ്ടാക്കും. പിന്നെ ലൈഫ് സ്റ്റൈൽ മോശമാണെങ്കിൽ, അതായത് മോശം ഭക്ഷണ രീതി, വ്യായാമക്കുറവ്, ഉറക്കമില്ലായ്മ ഇതൊക്കെ കൂടെ വരുവാണെങ്കിൽ IMSനെ വളർത്തി അങ്ങ് വലുതാക്കാൻ ഇത്രയൊക്കെ തന്നെ മതി. ഇനി ഇതുവരെ ഇല്ലാത്ത ഓരോന്നൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നേക്കുവാണ് എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ശരിയാണ്. IMSനെ പറ്റി അറിഞ്ഞിട്ടും അത് പൊതുജനങ്ങളിലേക്ക് എത്തിയിട്ടും അധികമായിട്ടില്ല എന്നത് ശരിയാണ്. 2001 ഡോക്ടർ ജെറാൾഡ് ലിങ്കൻ എന്ന സ്കോട്ടിഷ് ശാസ്ത്രജ്ഞനാണ് IMS എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അദ്ദേഹം ചില മൃഗങ്ങളിൽ ടെസ്റ്റോസ്റ്റിറോൺ കുറയുമ്പോൾ എനർജി കുറയുന്നതായും ആങ്സൈറ്റി, ഇറിറ്റബിലിറ്റി, റേജ് തുടങ്ങിയവയൊക്കെ കൂടുന്നതായും കണ്ടെത്തി. പിന്നീട് ഡോക്ടർ ജെഡ് ഡയമണ്ട് ഈ കണ്ടീഷനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നിരീക്ഷിച്ചു, പഠിച്ചു. 2004 അദ്ദേഹം ദ ഇറിറ്റബിൾ മെയിൽ സിൻഡ്രോം എന്ന ഈ അവസ്ഥയെ ലോകമെമ്പാടും എത്തിച്ചു. അപ്പോൾ IMS ഉണ്ടെന്നൊരു സംശയത്തിന് ഈട വന്നാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും പിന്നെ കൗൺസിലിംഗ്, CBT പോലെയുള്ള സൈക്കോതെറാപ്പി നിർദ്ദേശിക്കപ്പെട്ടാൽ അതും ചെയ്യുകയും ചുറ്റുമുള്ളവരെയും അങ്ങ് സഹായിച്ചിട്ടും കൂടെ വേണം കേട്ടോ.